ഹായ്. അപ്പം ഞാൻ ഇന്നതേ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫേസസ് കാനഡ ലിപ്സ്റ്റിക്ക്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഒരെണ്ണം തീർന്നു കഴിഞ്ഞപ്പോൾ വാങ്ങിക്കാമെന്ന് ഓർത്ത് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫേസസ് കാനഡ ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ചേക്കണത്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കണത് കേട്ടോ. അത്യാവശ്യം ഞാൻ 2-3 ദിവസമായി ഇതിപ്പോൾ ഉപയോഗിക്കണത്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയുണ്ട് ഉപയോഗം എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങളോട് വന്ന് പറയാമെന്ന് ഓർത്താണ് ഞാൻ വാങ്ങിച്ചപ്പോൾ അപ്പം തന്നെ കാണിക്കാതിരുന്നത് കേട്ടോ. 2 ദിവസം ഞാൻ ഉപയോഗിച്ച് നോക്കി. അത്യാവശ്യം ലോങ് ലാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഞാൻ നോർമലി ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പം ഈ ഒരു ലിക്വിഡ് ഫോമിൽ ഈ ഒരു ബ്രഷ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഞാൻ അപ്ലൈ ചെയ്യണേ എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾക്ക് എങ്ങനെയാണെന്ന് അറിയാം. ഓക്കെ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എന്താ തോന്നണത് കണ്ടിട്ട്? അത്യാവശ്യം നല്ല ഡാർക്ക് കളറിലൊക്കെ ലിപ്സ്റ്റിക്ക് ഇടാനായിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഒരു ഫേസസ് കാനഡ ലിപ്സ്റ്റിക്ക്. കാണിച്ചും തരാൻ പറ്റണില്ലല്ലോ. കോഫി മാറ്റ് വാവ് കണ്ടോ? പിന്നെ ഇതിന്റെ ഷെയ്ഡ് വന്നേക്കണത് എനിക്ക് 299 ആണ് കേട്ടോ പ്രൈസ് പറഞ്ഞേക്കണത്. പക്ഷെ എനിക്ക് ഇത് കിട്ടിയത് 250-ക്കാണ് കേട്ടോ. ഒരു ഓഫർ പ്രൈസിന് കിട്ടിയതാണ് കേട്ടോ. എങ്ങനെയുണ്ട് അപ്പോൾ ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇഷ്ടമായെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ എനിക്ക് ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് മാച്ച് ആണോ ഇല്ലേന്ന് ഒന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് യൂസ് ചെയ്തിട്ട് ഒരു കുറുമ്പത്തി ഫീൽ, ഒരു വില്ലത്തി ഫീൽ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന നിങ്ങൾക്ക് ഒന്ന് പറയണം. ഒരുപാട് ഡാർക്കായിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവരൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് നമ്മളുടെ ഫേസസ് കാനഡയുടെ കോംഫി മാറ്റ് വാവ്. അപ്പോൾ ഇത് ഈ ഷെയ്ഡ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കോ ക്രഷ് 07 എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഇത്. അത്യാവശ്യം നല്ല ഡാർക്ക് ബ്രൗണൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യാം. പിന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അങ്ങനെയൊക്കെ ഇതാണ് എൻ്റെ പച്ചയായ കോലം. ഇതാണ് മേക്കപ്പ് ഒന്നുമില്ലാത്ത ലുക്കാണ് എൻ്റെ ഈ കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ചു വെച്ച് ഞാൻ എഡിറ്റ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴാണ് തുമ്പൂല വാലൂല കേട്ടോ. മിക്ക ഭാഗങ്ങൾ ചെയ്തേക്കണതൊക്കെ ഒന്നും റെക്കോർഡായിട്ടില്ല. അപ്പം ഞാൻ ഓർത്ത് വീണ്ടും ഒന്നും കൂടി ചെയ്യാമെന്ന് ഓർത്ത്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കാര്യങ്ങളിൽ വ്യക്തതയില്ല. അപ്പം വീണ്ടും ഒന്നും കൂടി ചെയ്യാമെന്ന് കരുതി. അപ്പം നമുക്കിത് ഒന്നുകൂടി അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് മേക്കപ്പ് ഒന്നുമില്ലാത്തൊരു ഫേസാണ് നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ടാവുന്ന ഒരു മാറ്റം നമുക്ക് കാണിച്ചു തരാം. ഇട്ടപ്പോൾ ഒരിത്തിരി കട്ടി കൂടിപ്പോയിട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചുകൂടി നല്ല ഡാർക്കായിട്ട് ഇട്ട് തട്ടാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യണതിന് മുന്നേ ഒരു ലിപ് ലൈനറും കൂടി യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്കിതങ്ങനെ യൂസ് ആക്കാനായിട്ട് അത്ര മരിങ്ങല്ല. അതുകൊണ്ടാണ് ഭംഗിയായിട്ട് ആകാത്ത. നമ്മൾ ആദ്യം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ടുള്ളൊരു ലുക്കിലാണ് കേട്ടോ. പിന്നെ അത് നല്ലോണം ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു മാറ്റ് ഫിനിഷിങ്ങിൽ വരും. ഇപ്പം ഡ്രൈ ആയി തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റിനുള്ളിൽ അപ്പം തന്നെ ഇത് ഡ്രൈ ആവും. എന്നിട്ട് നമ്മൾക്ക് ഉമ്മം വെച്ച് നോക്കാം. ഇത് പോലെന്നറിയട്ടെ. അത്യാവശ്യം ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്നോളൂ കേട്ടോ. അതങ്ങനെ
നേരത്തുള്ള ലുക്കും ഇപ്പം ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടപ്പോഴുള്ള ഒരു ലുക്ക് ഉണ്ട്. കുറച്ചും കൂടി ഭംഗിയായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ ഇടാനറിയാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും നല്ല ഡാർക്ക് ബ്രൗൺ ഒക്കെ അന്വേഷിച്ച് ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ഷെയ്ഡാണിട്ടത്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ഉമ്മം വെച്ച് നോക്കുന്നത് പോവില്ലെന്ന് അറിയണ്ടേ. ഒരുപാട് ട്രാൻസ്പോർട്ട് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഓക്കെ അത്യാവശ്യം പെട്ടെന്നൊന്നും എന്താ മാച്ച് കളയാന്ന് വെച്ചാൽ നടപടി ആവുന്ന കാര്യമല്ല കേട്ടോ. ഭയങ്കരമായിട്ട് അമർത്തി കളഞ്ഞാൽ മാത്രമേ വേണ്ട അങ്ങനെയൊക്കെ ഇട്ട് കാണിക്കാളും. നമ്മുടെ ചുണ്ടത്ത് ഒരുവിധം ഉണ്ടാവും. പിന്നെ എന്നുള്ളത് ഞാൻ മിക്കപ്പോഴും ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിയുമ്പോൾ വെറ്റ് ടിഷ്യൂ ഇല്ലേ, ആ ടിഷ്യൂ വെച്ചിട്ട് വേണോട്ട് ഇത് കളയാനായിട്ട്. അത്രയും ഉണ്ടാവും. രാവിലെ 9 മണിക്കാകുമ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം ചുണ്ടിലുണ്ടാവും. നമ്മൾ വൈകിട്ട് വരുമ്പോൾ കണ്ട വെറ്റ് ടിഷ്യൂ വെച്ചിട്ട് തുടച്ചിട്ട് പോലും ഒരുവിധം ഉണ്ട് ചുണ്ടത്ത്. ഇത്രയും തുടച്ചിട്ടും ചുണ്ടിൽ ആ ഒരു റെഡ് കളർ അങ്ങനെ ഞാൻ നിൽക്കണം കേട്ടോ. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണോന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് ഉള്ളത് തന്നെയാണ് ഈ ഫേസസ് സ്കാനറിൻ്റെ കോഫി മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞത്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ഉള്ളതാണ്. പക്ഷെ ഒരുപാട് ഡാർക്കായിട്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യണില്ല കേട്ടോ ഈ ഒരു ഫേസസ് സ്കാനറിൻ്റെ ലിപ്സ്റ്റിക്ക്. അത്യാവശ്യം നല്ല ഡാർക്കൊക്കെ ആയിട്ട് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സംഭവം വാങ്ങിച്ചാൽ മതി കേട്ടോ. പിന്നെ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ഉണ്ട്, അതും ഉള്ള കാര്യം ഉള്ള പോലെ പറയണ്ടേ. അപ്പം അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് അന്വേഷിച്ച് നടക്കണ ഒരു ലിപ്സ്റ്റിക്ക് ലവർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഫേസസ് സ്കാനറിൻ്റെ കോഫി മാറ്റ് വോം ലിപ്സ്റ്റിക്ക്. അപ്പം അത്യാവശ്യം നല്ല ബ്രൗൺ കളറൊക്കെ അന്വേഷിച്ചെടുക്കണവർക്ക് പറ്റിയ കളറാണ് കൊക്കോ ക്രഷ് 07. Okay, bye. Ta-da!